പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് തിരിച്ചു വരും. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ദൃഢപ്രതിജ്ഞയും രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനവും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വളരെ വലിയ പരാജയമാണ് കോൺഗ്രസ് നേരിട്ടത്. വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആയുധമാക്കി കൃത്യമായ പ്രചരണങ്ങൾ നടത്തിയിട്ടും സംഘപരിവാറിന്റെ മണി പവറിന് മുന്നിൽ ജനാധിപത്യം തകർന്നടിഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അവിടെ കോൺഗ്രസ് തോറ്റു പിന്മാറാൻ തയ്യാറല്ല. കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ രാജ്യത്തെ കരാളഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ കാറ്റ് വീണ്ടും വീശിയടിപ്പിക്കുക എന്നതാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ രാജ്യത്ത് മതേതരത്വം ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ ഒരാളെപ്പോലും മാറ്റി നിർത്താത്ത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ രാജ്യത്തെ അഴിമതി തുടച്ചു നീക്കുക എന്നതാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ രാജ്യത്ത് ജാതി ചോദിച്ച് മതം ചോദിച്ച് അവന്റെ അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കുന്ന കടാര രാഷ്ട്രീയത്തിന് അറുതി വരുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരാജയത്തിന്റെ പേരിൽ കോൺഗ്രസിന് തളരാൻ കഴിയില്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ BJPക്കെതിരെ സന്ധിയില്ല സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ നെടുനായകത്വം വഹിക്കുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുലിനല്ലാതെ മറ്റാർക്കും ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഈ രാജ്യത്തെ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കൈപിടിച്ചാനയിച്ച് ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശത്തിന് താഴെ 1000 അസ്ഥികഷ്ണങ്ങളും 10,000 മാംസത്തുണ്ടങ്ങളുമായി ചിതറിത്തെറിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പിടങ്ങി വീണ് മരിച്ച രാജീവ് ഗാന്ധിയുടെ പുത്രനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അജ്മീറിലെ കാജ മൊഹിദ്ദീന്റെ ദർഗയ്ക്ക് മുന്നിലും ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിക്ക് മുന്നിലും വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിനു മുന്നിലും തൊഴുകയ്യുമായി പ്രാർത്ഥനയോടെ നിന്ന ഇന്ദിരാ പ്രിയദർശിനിയുടെ മതേതര പാരമ്പര്യത്തിന്റെ നേരവകാശി ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്നാണ് ഉത്തരം. ആ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഈ രാജ്യത്തെ മതേതരത്വത്തിലേക്ക് വീണ്ടും കൈപിടിച്ചാനയിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം രാഹുൽ ഗാന്ധിക്ക് ഒരു വിഷയമേ അല്ല. വരാനിരിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പുകളാണ്. കേരളം, പശ്ചിമ ബംഗാൾ, ആസാം, തമിഴ്നാട്, പുതുച്ചേരി 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഈ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാനുള്ള ഉത്തരവാദിത്വം തന്നെയാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ചുക്കാൻ പിടിക്കുക രാഹുൽ ഗാന്ധിയാണ്. 1000 തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു പരാജയപ്പെട്ടാലും 1000 നരേന്ദ്രമോദിമാർ ഒന്നിച്ച് ജനിച്ചു ജീവിച്ചാലും അടിയറ വെക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത്. ആ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോഴുള്ളത്. കോൺഗ്രസ് ക്യാമ്പിന്റെ ആവേശം രാഹുൽ ഗാന്ധി തന്നെയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരും. അവിടെ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും മുന്നിൽ നിന്ന് തേര് തെളിക്കുക എന്നത് കാര്യത്തിൽ തർക്കമില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു സർക്കാർ ഉണ്ടാകും. രാഹുൽ തന്നെ ഈ രാജ്യത്തെ നയിക്കും. എതിരാളികളില്ലാത്ത, പകരം വെക്കാൻ ആളില്ലാത്ത നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തെ ജനങ്ങൾ ഉൾക്കൊള്ളും, ഈ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുക്കും. അത് ശരിയാണെന്ന് ഈ രാജ്യം പറയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്.